ടോട്ടൽ 80 പ്രോഗ്രാമാണ് ഇന്ന് നമ്മൾ എഴുതാൻ പോണത്. റെക്കോർഡ് ചെയ്തതിൽ കഴിഞ്ഞിട്ടില്ല. വെരി ഗുഡ് മോർണിംഗ് ഗായ്സ്. സമയം രാവിലെ 8:59. നമ്മളിപ്പോ അമ്മയെ ശബരിയിൽ കൊണ്ടാക്കി തിരിച്ച് വീട്ടിൽ വന്നു. അപ്പൊ ഇന്നാണ് ആ ഡേ. ഏത് 24 hours ഉള്ളിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത് തീർക്കുക. എനിക്ക് തോന്നുന്ന 80 പ്രോഗ്രാം ഉണ്ട്. അതായത് ജാവാസ്ക്രിപ്റ്റ്, PHP അതൊരു റെക്കോർഡ്, പിന്നെ OSഉം ആൻഡ്രോയിഡും അതൊരു റെക്കോർഡ്. ടോട്ടൽ 80 പ്രോഗ്രാമാണ് ഇന്ന് നമ്മൾ എഴുതാൻ പോണത്. എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കെന്നാ എഴുതാൻ തുടങ്ങാം ഗൈസ്. പിന്നെ നമ്മൾ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ കുറച്ച് ആൻഡ്രോയിഡ് എഴുതും, കുറച്ച് ജാവ എഴുതും, കുറച്ച് PHP എഴുതും, അങ്ങനെ മാറി മാറി എഴുതാൻ പോണ ഗൈസ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് വരാം. സോ ബേസിക്കലി സമയം ഇപ്പോൾ 12:07. ഇതുവരെ എഴുതാൻ തുടങ്ങിയിട്ടില്ല. അപ്പോൾ നമുക്കൊന്ന് ഇപ്പോൾ എഴുതാൻ തുടങ്ങാം. നേരത്തെ ഷൂട്ട് ചെയ്തപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് വേറെ തിരക്കിൽ പെട്ടുപോയി. അപ്പോൾ അതൊന്ന് കഴിഞ്ഞ് ഇപ്പോൾ എഴുതാൻ തുടങ്ങാം ഗൈസ്. ഇനി വേറെ ഒരു പരിപാടിയില്ല, എഴുതാൻ തുടങ്ങാം. അപ്പോൾ ഇന്ന് 13-ാം തീയതി 12:07 സമയം. 14-ാം തീയതി 12:07 ആകുമ്പോഴേക്കും ഇത് കഴിയണം. ആൻഡ്രോയിഡ്, OS, ജാവാസ്ക്രിപ്റ്റ് ഇതൊക്കെ കഴിയണം. PHPയും കഴിയണം. സോ കുറച്ച് കഴിഞ്ഞ് വരാം. എന്നാൽ ടൈം ലാപ്സ് കണ്ടുള്ളൂ ഗൈസ്. ഒരു മിനിറ്റ് ഷേക്ക് പോട്ടെ. എന്നാൽ ടൈം ലാപ്സ് കണ്ടുള്ളൂ ഗൈസ്. സോ ഗൈസ്, അപ്പോൾ ഇപ്പം റെക്കോർഡ് ചെയ്തതിൽ കഴിഞ്ഞിട്ടില്ല. കറണ്ട് പോയില്ല ഭാഗ്യം. സമയം ഇപ്പോൾ 8:09. ഇനിയിപ്പോൾ എത്ര മണിക്കൂർ ഓടിക്കുമെന്ന് അറിയില്ല. നാളെ രാവിലെ 12 മണി സമയമുണ്ട്. അപ്പോൾ കുറച്ചിട്ട് വരാം അല്ലേ. 12:30 നമുക്ക് 12 മണിയാവുമ്പോൾ നിർത്താൻ ഗൈസ്. അപ്പോൾ കുറച്ചിട്ട് വരാം. സോ ബേസിക്കലി പറഞ്ഞാൽ സമയം ഇപ്പോൾ എത്ര മണിയായി നോട്ടെ, 34 ഡിഗ്രി. ഇന്ന് ഫെബ്രുവരി 14-ാം തീയതി കണ്ടോ, സമയം 11:49. അപ്പോൾ നമ്മളെ ചാലഞ്ച് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയി ഗൈസ്. സോ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. അതായത് ബേസിക്കലി പറഞ്ഞാൽ നമ്മൾ 12 മണിയാണ് ചാലഞ്ച് വെച്ചത്, പക്ഷേ 11:49 ആകുമ്പോഴേക്കും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇന്ന് 14-ാം തീയതി വെള്ളിയാഴ്ച ഗൈസ്. എന്തുകൊണ്ട് ഓണമൊക്കെ 11:49 ആയിട്ടുള്ളൂ. അപ്പോഴേക്കും നമ്മുടെ റെക്കോർഡ് ചെയ്തതിൽ ഫുള്ളും കഴിഞ്ഞു. 11:50 അപ്പോഴേക്കും റെക്കോർഡ് ചെയ്തതിലൊക്കെ ഫുള്ളും കഴിഞ്ഞു. റെക്കോർഡ് മാറ്റി വെച്ചു. നാളെ 12 മണിക്ക് ഈ റെക്കോർഡുകളൊക്കെ, അതായത് ഈ റെക്കോർഡുകളൊക്കെ കൊണ്ട് സബ്മിറ്റ് ചെയ്ത് കറക്ഷൻ ആക്കിയിട്ട് മേടിച്ചിട്ട് വേണം ബാക്കി കാര്യങ്ങൾ നോക്കാൻ. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് വരാം.